പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 8 ബുധൻ. പ്രധാന വാർത്തകൾ. മസ്കത്ത് തുറമുഖത്ത് നങ്കൂരമിടുന്ന ലോകത്തിലെ ഏറ്റവും മനോഹര കപ്പലായ അമേരിക്കോ വെസ്പൂച്ചി നാളെ മുതൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി സന്ദർശിക്കാൻ സാധിക്കും. ശനിയാഴ്ച വരെയാണ് സന്ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. അമേരിക്കോ വെസ്പൂച്ചിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഇന്നലെ രജിസ്ട്രേഷന് ശ്രമിച്ച പലർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 9 മണിക്ക് സുൽത്താൻ കാബൂസ് തുറമുഖത്തിന്റെ 34-ാം നമ്പർ ബർത്തിൽ നങ്കൂരമിടുന്ന അമേരിക്കോ വെസ്പൂച്ചിയെ അംബാസഡർ പിയർ ലൂയിഗി ഡി എലിയ, ഇറ്റാലിയൻ നാവികസേനാ മേധാവി അഡ്മിറൽ എൻറിക്കോ ക്രെഡന്റിനോ, തദ്ദേശ സ്വയംഭരണ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സ്വാഗതം ചെയ്യും. 2 വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്ര കപ്പലും പരിശീലന കപ്പലുമായ അമേരിക്കോ വെസ്പൂച്ചി മസ്കത്തിലെത്തുന്നത്. ഒമാനി നഗരത്തിലേക്കുള്ള കപ്പലിന്റെ ആദ്യ സന്ദർശനമാണിത്. ഏകദേശം 2 വർഷം നീണ്ടു നിൽക്കുന്ന ലോക പര്യടനത്തിനായി 2023 ജൂലൈ 1-നാണ് ജനാവ തുറമുഖത്ത് നിന്ന് കപ്പൽ നങ്കൂരമിടുന്നത്. സുഹാർ ഫെസ്റ്റിവലിന്റെ 3-ാം പതിപ്പിൽ സന്ദർശകരായി എത്തിയത് 4 ലക്ഷത്തിലധികം ആളുകളെന്ന് റിപ്പോർട്ട്. ഒമാനി പൈതൃകവും കലകളും പാരമ്പര്യങ്ങളും ആഘോഷിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ നവംബർ 19 മുതൽ ജനുവരി 4 വരെയായിരുന്നു ഫെസ്റ്റിവലിൽ നടന്നിരുന്നത്. പരിപാടിയുടെ വിജയത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ വടക്കൻ ബാത്തിന ഗവർണറും ഫെസ്റ്റിവലിന്റെ പ്രധാന കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് സുലൈമാൻ അൽ കിൻഡി, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയിൽ വടക്കൻ ബാത്തിനയുടെ ഉയർന്നുവരുന്ന പദവി അടിവരയിടുന്നതായിരുന്നു പരിപാടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളിലും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ടാക്സി ഓപ്പറേറ്റർമാരുടെ ഉപയോഗത്തിനായി ആപ്ലിക്കേഷൻ ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്കും ഓപ്പറേറ്റർമാർക്കും സിസ്റ്റവുമായി പരിചയപ്പെടാൻ മതിയായ സമയം അനുവദിച്ചിട്ടുണ്ട്. നിയന്ത്രണവും മേൽനോട്ടവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ ഒമാന്റെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ സുപ്രധാനമായ നീക്കമാണ് ഇതിന് പിന്നിൽ. പൊതുനിരത്തുകളിൽ ഓടുന്ന ഓറഞ്ച് വെള്ള നിറത്തിലുള്ള ടാക്സികളുടെ സേവനം ആപ്പ് അധിഷ്ഠിത കമ്പനികളിലൂടെയായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഒമാനിൽ ടാക്സി സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ 3-ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒമാൻ ടാക്സി, ഓ ടാക്സി, മർഹബ, ഹല, തസ്ലീം എന്നിവയാണ് മന്ത്രാലയം ലിസ്റ്റ് ചെയ്ത ലൈസൻസുള്ള കമ്പനികൾ. ഒമാനിൽ ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനങ്ങൾ സജീവമായതോടെ ടാക്സി നിരക്കിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പരമ്പരാഗത സ്ട്രീറ്റ് ടാക്സികൾക്കും പകരം ഡിജിറ്റൽ സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടാക്സികൾ ഉപയോഗിക്കുന്നവർ വർദ്ധിക്കുകയാണ്. ക്യാബ് ബുക്കിംഗ് കൂടുതൽ സൗകര്യപ്രദമാണെന്നും നിരക്ക് കുറവാണെന്നതും ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. റൈഡ് ഹെയിലിംഗ് ആപ്പുകളോട് തുടക്കത്തിൽ താൽപര്യം കാണിക്കാതിരുന്ന യാത്രക്കാർ അടുത്തിടെയാണ് ഇവയിൽ ആകൃഷ്ടരായത്. കൂടുതൽ വാഹന ഉടമകളും ഈ മേഖലയിലേക്ക് കടന്നുവരുന്നതായി ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പറയുന്നു. മന്ത്രാലയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നിരന്തര ശ്രമഫലമായാണ് ആപ്പ് ഉപയോഗിച്ചുള്ള ടാക്സി സൗകര്യങ്ങളിലേക്ക് വാഹന ഉടമകളും ഈ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങളും പിന്നാലെ യാത്രക്കാരും എത്തിയത്. ഇന്ന് നൂറുകണക്കിന് ഡ്രൈവർമാർ ഇത്തരം കമ്പനികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നു. ഉപയോക്താക്കൾക്ക് ആപ്പ് അധിഷ്ഠിത ടാക്സികൾ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും വാഹന ഉടമകളെ ആകൃഷ്ടരാക്കി. നിലവിൽ 1/2 ഡസനിലധികം കമ്പനികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇതുവഴി പുതിയ തൊഴിൽ അവസരങ്ങളും തുറക്കപ്പെടുന്നു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ ശനിയാഴ്ച ആമിറാത്ത് പബ്ലിക് പാർക്കിലും അൽ നസീം പബ്ലിക് പാർക്കിലും സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സെലിബ്രേറ്റ് എവരി സ്റ്റോറി എന്ന കുട്ടികളുടെ ഇവന്റിലേക്കുള്ള ടിക്കറ്റുകൾക്ക് 50% ഇളവ് നൽകും. അതേസമയം അന്നേ ദിവസം അൽഖുറം നാച്ചുറൽ പാർക്ക് അടച്ചിടും. ഞായറാഴ്ച വീണ്ടും തുറക്കുന്നതായിരിക്കും എന്നും മസ്കത്ത് നഗരസഭ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടതിനെ തുടർന്നാണ് നടപടി. പരിശോധനയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പു നൽകി. ചില കേസുകളിൽ പിഴയും ചുമത്തി. ആരോഗ്യ സുരക്ഷയ്ക്കു ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ വർഷം 3 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഒമാൻ. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലും ദേശീയ ബഹിരാകാശ പരിപാടിയുടെ തലവനുമായ ഡോക്ടർ സയീദ് അൽ ഷുഐലിയെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആദ്യത്തെ പരീക്ഷണ റോക്കറ്റായ ദുഃഖം 1ന്റെ വിജയത്തെ തുടർന്നാണ് കൂടുതൽ വിക്ഷേപണത്തിന് സുൽത്താനേറ്റ് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി പഠനം, ആശയവിനിമയം, ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നിവയിലെ ഗവേഷണത്തിലൂടെ ആഗോള ശാസ്ത്ര സമൂഹത്തിന് ഒമാന്റെ സംഭാവന വർദ്ധിക്കുകയാണ് ദൗത്യങ്ങളുടെ ലക്ഷ്യം. ദുഃഖം 1 രാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടമായിരുന്നു. പദ്ധതിയിൽ 15 ഒമാനി എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെട്ടിരുന്നു. പദ്ധതിയിലൂടെ ബഹിരാകാശ ഗവേഷണത്തിൽ വിലപ്പെട്ട അനുഭവമാണ് അവർ നേടിയതെന്നും ഡോക്ടർ സയീദ് അൽ ഷുഐലി പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 5-നാണ് ഒമാന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലായി ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് വിക്ഷേപിച്ചത്. ദുഃഖമിലെ ഇത്ലാഖ് സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു വിക്ഷേപണം. സമുദ്രനിരപ്പിൽ നിന്ന് 140 കിലോമീറ്റർ ഉയരത്തിൽ 1530 മീറ്റർ സെക്കൻഡ് വേഗതയിൽ ഏകദേശം 15 മിനിറ്റോളം റോക്കറ്റ് സഞ്ചരിച്ചു. 123 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് 6.5 മീറ്റർ ഉയരമാണുള്ളത്. സെക്കൻഡിൽ 1530 മീറ്റർ വേഗതയിൽ ഉയരും. ഒമാനി സ്പേസ് കമ്പനിയായ നാഷണൽ എയറോസ്പേസ് സർവീസ് കമ്പനി ആണ് ഇത്ലാഖ് സ്പേസ് പോർട്ടിന് നേതൃത്വം നൽകിയത്. മെന മേഖലയിലെ തന്നെ ആദ്യ സ്പേസ് പോർട്ടാണിത്. ഗവേഷണ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള റോക്കറ്റ്, ഉപഗ്രഹ വിക്ഷേപണങ്ങൾ, റോക്കറ്റ് അസംബ്ലി, പരീക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വിവിധങ്ങളായ ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുണ്ട്. ബഹിരാകാശ മേഖലയിലെ ഒമാന്റെ ഏറെ ശ്രദ്ധേയമായ സ്വകാര്യ സംരംഭങ്ങളിൽ ഒന്നാണ് ഈ പദ്ധതി. കാലക്രമേണ സമഗ്ര സ്പേസ് പോർട്ടായി വളരാനുള്ള ശേഷി ഇത്ലാഖിന് ഉണ്ട്. തുടക്കമെന്ന നിലയ്ക്ക് ശബ്ദമുള്ള ചെറിയ റോക്കറ്റുകളാണ് ഇത്ലാഖിൽ നിന്നും വിക്ഷേപിക്കുന്നത്. എക്സ്പീരിയൻസ് സൗത്ത് ബാത്തിന എന്ന പേരിൽ തെക്കൻ ബാത്തിന ഗവർണറേറ്റ് സംഘടിപ്പിക്കുന്ന ബാത്തിനയുടെ ഉത്സവരാവുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഈ മാസം 31 വരെ നഖ്ലിലെ ഖബ്ബത്ത് അൽ ജാദനിൽ നടക്കുന്ന ഫോറത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്ദർശകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി മുജാബ് എന്ന മൊബൈൽ ആപ്പും അധികൃതർ സംവിധാനിച്ചിട്ടുണ്ട്. സീബ് വിലായത്തിലെ അതിയാദ് കുതിരപ്പന്തയ ട്രാക്കിൽ നടന്ന റോയൽ ഹോഴ്സ് റേസ് ഫെസ്റ്റിവലിന് ആവേശം പകർന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പങ്കെടുത്തു. അറേബ്യൻ കുതിരകൾക്കായുള്ള 5 മത്സരങ്ങൾ അടങ്ങുന്നതാണ് കുതിരപ്പന്തയം. അശ്വാഭ്യാസ പ്രദർശനങ്ങളും ഒമാനി നാടോടി കലകളും സംഗീതവും പന്തയങ്ങളുടെ ഭാഗമായി അരങ്ങേറി. ഉപപ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ സന്നിഹിതരായിരുന്നു. സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, ജുവൽ ഓഫ് അറേബ്യ എന്ന പേരിൽ പര്യവേഷണ ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കം. ഒമാന്റെ പൈതൃകങ്ങളെയും പ്രകൃതി സൗന്ദര്യത്തെയും വിശേഷങ്ങളെയും അടുത്തറിഞ്ഞ് 30 ദിവസത്തെ യാത്രയാണ് ജയലാൻ ബനി ബു അലി വിലായത്തിലെ അൽ സുവൈഖ് ബീച്ചിൽ നിന്നും ആരംഭിച്ചത്. ഒമാനി യുവാക്കളും ബ്രിട്ടീഷ് പര്യവേഷകരും ഉൾപ്പെടുന്ന സംഘമാണ് പര്യവേഷണത്തിനുള്ളത്. വടക്കൻ ഷർഖിയ, അൽ വുസ്ത ഗവർണറേറ്റുകളിലൂടെ കടന്ന് ധോഫാർ ഗവർണറേറ്റിലാണ് യാത്ര എത്തുക. യാത്രികർ പരമ്പരാഗതവും ആധുനികവുമായ യാത്രാരീതികൾ ഉപയോഗിക്കും. ഒട്ടകപ്പുറത്തുള്ള യാത്രയും നടത്തവും 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ സഞ്ചാരവും പര്യവേഷണത്തിന് ഉപയോഗിക്കുമെന്നും ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.